നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ.ജെ. ജോസൂട്ടി. മിസ്റ്റർ പോളിടെക്നിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോർഡിന്റെ F-150 ലൈറ്റിംഗ് ഇപ്പോൾ ഓൾറെഡി നിരത്തിൽ ഇറങ്ങി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഷെവർലെ ഓൾറെഡി സിൽവറാഡോയുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നു, അവരുടെ EV വേർഷനുമായിട്ട്. അപ്പോഴാണ് നമ്മുടെ വലിയേട്ടൻ റാം ഇതിലൊന്നും പെടാതെ മാറി നിന്നത്. പക്ഷേ റാം ഇപ്പോൾ നിർബന്ധിതരാകുകയാണ് അവരുടെ ഒരു EV മോഡലുമായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ പുറകിൽ കിടക്കുന്ന ഈ ഒരു 2023 റാം റെവല്യൂഷൻ കൺസെപ്റ്റ് BEV കൺസെപ്റ്റുമായിട്ടാണ് റാം ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്ന അവരുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ ട്രക്ക് കൺസെപ്റ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടിരിക്കുന്നത് പോലെ EV കോമ്പറ്റീഷൻ കൂടുതൽ തരംഗമാവുകയാണ്. EV ഭയങ്കര കത്തിക്കേറി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ റാമിന് എന്തുമാത്രം ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു കൺവെൻഷണൽ റാമിന്റെ ഒരു മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവർ ഈ ഒരു റാം മോഡൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഈ റാമിന്റെ LED ലൈറ്റിംഗ് ഉള്ള റാം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഫ്രണ്ട് ഗ്രില്ലിൽ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള അട്രാക്ഷൻ. ഈ ഹെഡ് ലാമ്പ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിന് നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഹെഡ് ലാമ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു എയ്റോഡൈനാമിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് റാം EV കൺസെപ്റ്റ് ശരിക്കും വിജയകരമായി അവർക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും എന്ന് തന്നെ നമ്മൾ പറയുന്നത്. പുതിയ റാം കൺസെപ്റ്റുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഈ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ സെന്ററിലുള്ള B പില്ലർ അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ B പില്ലർ എടുത്ത് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അനായാസമായിട്ട് കയറാനും ഇറങ്ങുവാനും ഈ വാഹനത്തിൽ നിന്ന് സാധിക്കും. ഇതിന്റെ അകത്തെ ഇന്റീരിയർ സ്പേസിംഗ് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാഹനം ഒരു തരംഗമാവാനുള്ള വാഹനമാണ്. ഇതിനകത്ത് 35 ഇഞ്ച് ടയേഴ്സ്, ഏകദേശം 24 ഇഞ്ച് വീൽസിലാണ് ഇവർ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഫ്ലെക്സിബിൾ ഇന്റീരിയർ കോൺഫിഗറേഷൻസ്. ലൈറ്റ് വെയിറ്റ് സീറ്റ്സ് ആണ്. 2 റോ സീറ്റ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും നമുക്കൊരു 3rd റോ ആയിട്ട് നമുക്ക് വേറൊരു തരത്തിലുള്ള സീറ്റിംഗ് സിസ്റ്റം ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3rd റോ ജംപ് സീറ്റ്സ് എന്ന് പറയും. 3rd റോ ജംപ് സീറ്റ്സ് നമുക്ക് ഏകദേശം ആവശ്യം വന്നാൽ നമുക്ക് 3rd റോയിൽ ഒരു എക്സ്ട്രാ ഒരു ടെമ്പററി സെറ്റപ്പ് പോലെ നമുക്കൊരു സീറ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്കൊരു ക്യാമ്പിംഗ് സൈറ്റിലോട്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു റാം BEV കൺസെപ്റ്റ് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇതിന്റെ 28 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് റാമിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ സിസ്റ്റം, AI പവർഡ് വോയിസ് ആക്ടിവേറ്റഡ് അസിസ്റ്റന്റ്, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഇതെല്ലാം വാഹനത്തിൽ കൊടുക്കുവാൻ റാം ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷാഡോ മോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റാം ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഷാഡോ മോഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ AI ടെക്നോളജി വെച്ചിട്ട് ഡ്രൈവർ മുൻപോട്ട് പോകും തോറും വാഹനം ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് ഡ്രൈവറിന്റെ പുറകെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഷാഡോ മോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് നമ്മളിപ്പോൾ ഏകദേശം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്ന ഒരു എഞ്ചിനീയറോ ഒരു ടെക്നീഷ്യനോ ആണെങ്കിൽ തന്നെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഏക്കറുകളോളം ഉള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെ പോകുമ്പോൾ വാഹനം താനെ അതിന്റെ പുറകെ എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യന്റെ പുറകെ ഫോളോ ചെയ്ത് വരുന്ന ഈ ഒരു കൺസെപ്റ്റ് വളരെയേറെ ഉപകാരപ്രദമാണ്, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. രണ്ട് ടൈപ്പ് ഓഫ് ബാറ്ററിയാണ് കമ്പനി ഇതിനകത്ത് പ്രദാനം ചെയ്യുന്നത്. ഒന്ന് 166 kWh ബാറ്ററി കൺസെപ്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു ഫുൾ ചാർജിൽ പോകാൻ സാധിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 400 തൊട്ട് 500 കിലോമീറ്റർ വരെയാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ബാറ്ററി 229 kWh ബാറ്ററിയിൽ പോകുന്നത് ഏകദേശം വരുന്ന 1000 കിലോമീറ്റേഴ്സിനടുത്ത് വരെ ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇനി എത്ര സമയമെടുക്കും ഇതിന് ചാർജ് ചെയ്യാൻ എന്ന് അറിയണമെങ്കിൽ ലെവൽ 120 വോൾട്ടിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഓവർനൈറ്റ് ഒരു 10 മണിക്കൂറോളം വേണ്ടി വരും. ലെവൽ 2 ആണ് 240 ആണെങ്കിൽ 8 മണിക്കൂറുകളിലാകും. പക്ഷേ സൂപ്പർ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ഏകദേശം ആണെങ്കിൽ 2 hours അല്ലെങ്കിൽ 2 to 4 hours അത് ചാർജ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ബാറ്ററിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വേറെ സ്പെഷ്യൽ ഫീച്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബൈലാറ്ററൽ ബാറ്ററി ഫീച്ചറാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് വൈദ്യുതി ആവശ്യമുണ്ടെങ്കിൽ, വീട്ടിൽ പവർ ഔട്ടേജ് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് പവർ എടുത്ത് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ സാധിക്കും.
അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് വേറെ ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാനും നമുക്ക് സാധിക്കും. വിലയെപ്പറ്റി കമ്പനി അധികൃതർ ഒന്നും തന്നെ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ കാലക്രമേണ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരികയും ചെയ്യും. ഏകദേശം എനിക്കൊരു കാര്യം ഉറപ്പാണ്, റാം കുറേ പണിയെടുത്തിട്ടാണ്, കുറേ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് അവർ നിരത്തിലിറക്കാൻ പോകുന്നത്. മിസ്റ്റർ പോളിടെക്നിക്കിന്റെ ഈ ഒരു എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വാഹന വിശേഷങ്ങളുമായിട്ട് എത്തുന്നത് വരെ ഗുഡ് ബൈ.